ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രസതന്ത്രം എന്ന ടോപ്പിക്കിലെ SCRT ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രസതന്ത്രം എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത 100 SCRT ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, SCRT പാഠഭാഗങ്ങൾ പഠിക്കാതെ ഇനിയുള്ള എക്സാമുകൾക്ക് പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ, ഭൂരിഭാഗം ചോദ്യങ്ങളും ഇപ്പൊ PSC SCRT ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ SCRT പഠിക്കാതെ ആരും ഉപകാരപ്പെടാന്ന് തോന്നുകയാണ്. ബാഷ്പീകരണം. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ എന്താണ്? വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? സാന്ദ്രീകരണം. എന്താണ്? സാന്ദ്രീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. മൂന്നാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്നതിന്റെ ഏറ്റവും ചെറിയ കണിക. എന്താ ചോദ്യം? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്നതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എന്താണ്? തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്നതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മിശ്രിതം. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് മിശ്രിതം. എന്താണ്? മിശ്രിതം. അഞ്ചാമത്തെ ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ആസിഡ് ആണ്. നീല ലിറ്റ്മസ് പേപ്പറിന് ചുവപ്പ് നിറം നൽകുന്നത് ആസിഡ് ആണ്. ആസിഡ്. നീല ലിറ്റ്മസ് പേപ്പറിന് ചുവപ്പ് നിറം നൽകുന്നത് ആസിഡ്. ഏഴാമത്തെ ചോദ്യം, ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാതകം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം, മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ രാസപരമായി എന്താണ്? എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. എന്താണ്? കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ രാസപരമായി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. എന്താണ്? കാൽസ്യം കാർബണേറ്റുകൾ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം എന്താണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഫോമിക് ആസിഡ്. അപ്പൊ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഫോമിക് ആസിഡ്. അടുത്ത ചോദ്യം, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആൽക്കലികളാണ്. ആൽക്കലികളാണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആൽക്കലികളുമാണ്. ആൽക്കലികൾ. അടുത്ത ചോദ്യം, നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സൂചകങ്ങൾ. എന്താണ്? എന്താണ്? സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് സൂചകങ്ങൾ. എന്താണ്? സൂചകങ്ങൾ. അടുത്ത ചോദ്യം, സൂചകങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട്. എന്തൊക്കെയാണ്? മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് എന്നിവ സൂചകങ്ങൾക്ക് ഉദാഹരണമാണ്. സൂചകങ്ങൾക്ക് ഉദാഹരണമാണ്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം അറിയപ്പെടുന്നത് എന്താണ്? നിർവിരീകരണം. എന്താണ്? നിർവിരീകരണം.
ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം അറിയപ്പെടുന്നതാണ് നിർവിരീകരണം. അടുത്ത ചോദ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സോഡിയം ക്ലോറൈഡും ജലവുമാണ്. എന്താണ്? സോഡിയം ക്ലോറൈഡും ജലവും. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നത് സോഡിയം ക്ലോറൈഡും ജലവുമാണ്. അടുത്ത ചോദ്യം, മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ മണ്ണിൽ ചേർക്കുന്നത് എന്താണ്? കുമ്മായമാണ്. മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ മണ്ണിൽ കുമ്മായമാണ് ചേർക്കുന്നത്. എന്താണ് ചേർക്കുന്നത്? കുമ്മായം. മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ മണ്ണിൽ ചേർക്കുന്നതാണ് കുമ്മായം. അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്ന ആസിഡാണ് വിനാഗിരി അഥവാ അസറ്റിക് ആസിഡ്. എന്താണ്? വിനാഗിരി, അസറ്റിക് ആസിഡ്. അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്ന ആസിഡാണ് വിനാഗിരി അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ആസിഡ് ഏതാണ്? ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. ഏതാണ്? സിട്രിക് ആസിഡ്. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം, മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ചോദ്യം, മഷി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. മഷി നിർമ്മിക്കാൻ ഏത് ആസിഡാണ് ഉപയോഗിക്കുക? ടാനിക് ആസിഡ് ആണ് മഷി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയാനുള്ള ഉപകരണമാണ് എന്ത്? pH സ്കെയിൽ. എന്താണ്? ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയാനുള്ള ഉപകരണമാണ് pH സ്കെയിൽ. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അടുത്ത ചോദ്യം, pH മൂല്യം 7ന് മുകളിലുള്ളവയ്ക്ക് എന്ത് സ്വഭാവമാണ്? ആൽക്കലി സ്വഭാവമാണ്. എന്താണ്? ആൽക്കലി സ്വഭാവം. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം. അടുത്ത ചോദ്യം, pH മൂല്യം 7ന് താഴെയുള്ളവയാണെങ്കിൽ ആസിഡ് സ്വഭാവമാണ്. അപ്പോൾ 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമാണ് കാണപ്പെടുന്നത്. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ് രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. എന്താണ് അറിയപ്പെടുന്നത്? രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ചോദ്യം, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? മാങ്ങയാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങ. പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം എന്താണ്? പാസ്ചറൈസേഷൻ. എന്താണ്? പാസ്ചറൈസേഷൻ ആണ് പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം. പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് പേര് തന്നെയല്ലേ? ആരാണ്? ലൂയി പാസ്ചർ ആണ്. ആരാണ്? ലൂയി പാസ്ചർ. പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ലൂയി പാസ്ചർ. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന സംയുക്തം എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. എന്താണ്? അമോണിയം ക്ലോറൈഡ്. എന്തിനാണ്? ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന സംയുക്തമാണ് അമോണിയം ക്ലോറൈഡ്. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? പ്രിസർവേറ്റീവുകൾ. എന്താണ്? പ്രിസർവേറ്റീവുകൾ. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ. എന്താ അറിയപ്പെടുക? പ്രിസർവേറ്റീവുകൾ. അടുത്ത ചോദ്യം, പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണം എന്താണ്? ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി എന്നിവയാണ് പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണം. അപ്പൊ പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണം എന്താണ്? ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി എന്നിവ. അടുത്ത ചോദ്യം,
പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം എന്താണ്? പാലിന്റെ ശുദ്ധത അളക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. എന്താണ്? ലാക്ടോമീറ്റർ. അടുത്ത ചോദ്യം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഭേദഗതി ചെയ്ത വർഷം. എന്താണ്? ഭേദഗതി ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 2011 എന്നാണ്? 2011 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഭേദഗതി ചെയ്തത്. ഈ 2011 വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിക്കുന്നത് എന്നാണ്. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിക്കുന്നത് 2011 എപ്പോഴാണ്? 2011. ഇവിടെ ചോദ്യം എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഭേദഗതി ചെയ്ത വർഷം എപ്പോഴാണ്? അതും 2011. വേറെന്താ നമ്മൾ പഠിച്ചത്? അന്താരാഷ്ട്ര രസതന്ത്ര വർഷം എപ്പോഴാണ്? 2011. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ കാർമോസിൻ, എരിത്രോസിൻ, പോൺസി 4R. എന്തൊക്കെയാണ്? കാർമോസിൻ, എരിത്രോസിൻ, പോൺസി 4R. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്? ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ. എന്തൊക്കെയാണ്? ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് നീല നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്? ഇൻഡിഗോ കാർമൈൻ, ബ്രില്ലിയന്റ് ബ്ലൂ. എന്തൊക്കെയാണ്? ഇൻഡിഗോ കാർമൈൻ, ബ്രില്ലിയന്റ് ബ്ലൂ. എന്തൊക്കെയാണ്? ഇൻഡിഗോ കാർമൈനും ബ്രില്ലിയന്റ് ബ്ലൂവുമാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് നീല നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ. അടുത്തത്, ഭക്ഷ്യവസ്തുക്കൾക്ക് പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്? ഫാസ്റ്റ് ഗ്രീൻ. എന്താണ്? ഫാസ്റ്റ് ഗ്രീൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളാണ് ഫാസ്റ്റ് ഗ്രീൻ. ഫാസ്റ്റ് ഗ്രീൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി. അടുത്ത ചോദ്യം, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള മുദ്ര എന്താണ്? അഗ്മാർക്കാണ്. എന്താണ്? അഗ്മാർക്കാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്നത് എന്താണ്? പദാർത്ഥം അഥവാ ദ്രവ്യം. പദാർത്ഥം അഥവാ ദ്രവ്യം എന്നാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്നത്. പദാർത്ഥം അഥവാ ദ്രവ്യമെന്ന്. പദാർത്ഥത്തിന്റെ 7 അവസ്ഥകൾ. പദാർത്ഥത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അടുത്ത ചോദ്യം, പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. അടുത്ത ചോദ്യം, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. അടുത്ത ചോദ്യം, കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥയിൽ. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് എപ്പോഴാണ്? വാതകാവസ്ഥയിലാണ്. എപ്പോഴാണ്? വാതകാവസ്ഥയിൽ. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഖരാവസ്ഥയിലും, കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ വാതകാവസ്ഥയിലും ആണ്. വാതകാവസ്ഥയിൽ. അടുത്ത ചോദ്യം, ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകം ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഉത്പതനം. ഉത്പതനം. എന്താണ്? സബ്ലിമേഷൻ. ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? കർപ്പൂരമാണ് അതിനൊരു ഉദാഹരണം. ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് കർപ്പൂരം. ഉത്പതനം എന്താണ്? ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന അവസ്ഥ. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാവുന്ന അവസ്ഥയാണ് ഉത്പതനം. ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് കർപ്പൂരം.
അടുത്ത ചോദ്യം, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നത് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്നാണ്. എന്താണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നതാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. അടുത്ത ചോദ്യം, ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സെൻട്രിഫ്യൂജ് ആണ്. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അടുത്ത ചോദ്യം, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രോമാറ്റോഗ്രഫിയാണ്. എന്താണ്? ക്രോമാറ്റോഗ്രഫി. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് ക്രോമാറ്റോഗ്രഫി. എന്താണ്? ക്രോമാറ്റോഗ്രഫി. അടുത്ത ചോദ്യം, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്താണ്? കേശികത്വം. എന്താണ്? കേശികത്വം എന്നറിയപ്പെടുന്നു. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വം. അടുത്ത ചോദ്യം, നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രോമാറ്റോഗ്രഫി. എന്താണ്? ക്രോമാറ്റോഗ്രഫി. നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്രോമാറ്റോഗ്രഫി. അടുത്ത ചോദ്യം, ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയ എന്താണ്? അതിശോഷണം. എന്താണ്? അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലം ഉള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം. എന്താ ചോദ്യം? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലം ഉള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്നാണ് മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലം ഉള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. അടുത്ത ചോദ്യം, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചു കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചു കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം എന്ത്? ജലവും വേർതിരിച്ചു കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. സ്വേദനം. അടുത്ത ചോദ്യം, ജലത്തിന്റെ തിളനില എത്ര? ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആംശിക സ്വേദനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആംശിക സ്വേദനം. ആംശിക സ്വേദനം. അടുത്ത ചോദ്യം, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആംശിക സ്വേദനം. ആംശിക സ്വേദനം. അടുത്ത ചോദ്യം, 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ്?
ഹംഫ്രി ഡേവിയാണ്. ആരാണ്? ഹംഫ്രി ഡേവി. 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനും ആയി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവി. അടുത്ത ചോദ്യം, രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ എന്താണ് അറിയപ്പെടുക? സംയുക്തങ്ങൾ. എന്താണ്? സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നത്. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രതീകങ്ങളാണ്. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രതീകങ്ങൾ. പ്രതീകങ്ങൾ. പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസിലിയസ് ആണ്. ആരാണ്? ബെർസിലിയസ്. പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബെർസിലിയസ് ആണ്. ചില പ്രധാന മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും വായിച്ചു നോക്കാം. കാർബൺ. കാർബണിന്റെ എന്താണ്? സി ആണ്. കാർബൺ സി. ഓക്സിജൻ O ആണ്. ഓക്സിജൻ O. നൈട്രജൻ N ആണ്. നൈട്രജൻ എന്താണ്? N. നൈട്രജൻ N ആണ്. ഹൈഡ്രജനോ? ഹൈഡ്രജൻ H ആണ്. ഹൈഡ്രജൻ H ആണ്. ഹൈഡ്രജൻ എന്താണ്? H ആണ്. സൾഫറോ? സൾഫർ S ആണ്. സൾഫറിന്റെ പ്രതീകം എന്താണ്? S ആണ്. കാൽസ്യത്തിന്റെ എന്താണ്? Ca. കാൽസ്യം Ca എന്നാണ്. കാൽസ്യത്തിന്റെ എന്താണ്? Ca. ക്ലോറിന്റെ Cl ആണ്. ക്ലോറിന്റെ എന്താണ്? Cl എന്നാണ്. ക്ലോറിന്റെ Cl. ക്രോമിയത്തിന്റെ എന്താണ്? Cr ആണ്. ക്രോമിയം Cr. ബ്രോമിൻ Br. ബ്രോമിൻ എന്താണ്? Br. ക്രോമിയം Cr. അപ്പൊ ബ്രോമിൻ Br, ക്രോമിയം Cr. ബെറീലിയം എന്താണ്? Be. ബെറീലിയം Be. സോഡിയം Na. സോഡിയം Na. പൊട്ടാസ്യം K. പൊട്ടാസ്യം എന്താണ്? K ആണ്. പൊട്ടാസ്യം K. കോപ്പർ Cu. കോപ്പർ Cu. അടുത്തത് അയൺ ആണ്. അയൺ എന്താണ്? Fe. അയൺ Fe. ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ. കാർബൺ C, ഓക്സിജൻ O, നൈട്രജൻ N, ഹൈഡ്രജൻ H, സൾഫർ S, കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറീലിയം Be, സോഡിയം Na, പൊട്ടാസ്യം K, കോപ്പർ Cu, അയൺ Fe, ഫെറം. അടുത്ത ചോദ്യം, ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം ആണ്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. എന്താണ്? തന്മാത്രകൾ. അടുത്ത ചോദ്യം, ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആറ്റം എന്ന വാക്കുണ്ടായത് എന്തിൽ നിന്നാണ്? ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അടുത്ത ചോദ്യം, ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പോ ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് എന്താണ്? ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏക ആറ്റോമിക തന്മാത്രകൾ. എന്താണ്? ഏക ആറ്റോമിക തന്മാത്രകൾ എന്താണ്? ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത്. ഇനി രണ്ട് ആറ്റം ഉള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് എന്താണ്? രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ദ്വയ ആറ്റോമിക തന്മാത്രകൾ എന്നാണ്. എന്താണ്? ദ്വയ ആറ്റോമിക തന്മാത്രകൾ. ഇനി രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ. 75ാമത്തെ ചോദ്യം, രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ബഹു ആറ്റോമിക തന്മാത്രകൾ. എന്താണ്? ബഹു ആറ്റോമിക തന്മാത്രകൾ. ഒരു ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ഏക ആറ്റോമിക തന്മാത്രകൾ എന്നും രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ദ്വയ ആറ്റോമിക തന്മാത്രകൾ എന്നും രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ അറിയപ്പെടുന്നത് ബഹു ആറ്റോമിക തന്മാത്രകൾ എന്നും ആണ്. ബഹു ആറ്റോമിക തന്മാത്രകൾ. അടുത്ത ചോദ്യം, കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം,
ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൽട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. ജോൺ ഡാൽട്ടൺ. അടുത്ത ചോദ്യം, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അഭികാരകങ്ങൾ. എന്താണ്? അഭികാരകങ്ങൾ എന്നാണ് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അഭികാരകങ്ങൾ. എന്താണ്? അഭികാരകങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ്. ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഉൽപ്പന്നങ്ങൾ എന്ന്. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, മിന്നാമിനുങ്ങിന്റെ ശരീരത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? ലൂസിഫറിൻ. എന്താണ്? ലൂസിഫറിൻ. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിന്റെ തിളക്കത്തിന് കാരണം ലൂസിഫറിൻ ആണ്. എന്താണ്? ലൂസിഫറിൻ. അടുത്ത ചോദ്യം, വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനം എന്താണ്? വൈദ്യുത വിശ്ലേഷണം. എന്താണ്? വൈദ്യുത വിശ്ലേഷണം എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടന്നു പോകുമ്പോൾ, അടുത്ത ചോദ്യമാണ്, വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോലൈറ്റുകളാണ്. എന്താണ്? ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ അറിയപ്പെടുന്നത് എന്താ? ചോദ്യം, ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ അറിയപ്പെടുന്നത് എന്താ? ഇലക്ട്രോഡുകൾ. എന്താണ്? ഇലക്ട്രോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വൈദ്യുത ലേപനം. എന്താണ്? വൈദ്യുത ലേപനം. ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് വൈദ്യുത ലേപനം. വൈദ്യുത ലേപനം. വൈദ്യുത ചാർജുള്ള കണികകൾ അറിയപ്പെടുന്നത് എന്താണ്? അയോണുകൾ. വൈദ്യുത ചാർജുള്ള കണികകൾ അറിയപ്പെടുന്നതാണ് അയോണുകൾ. അയോണുകൾ എന്ന്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകൾ ആക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് എന്താണ്? മാലിയബിലിറ്റി. എന്താണ്? മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകൾ ആക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നതാണ് മാലിയബിലിറ്റി. എന്താണ്? മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഏതാണ്? സ്വർണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് സ്വർണം. ഏതാണ്? സ്വർണം. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് എന്താണ്? ഡക്റ്റിലിറ്റി എന്നാണ്. എന്താണ്? ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന്. ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? പ്ലാറ്റിനം ആണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് പ്ലാറ്റിനം. ഏതാണ്? പ്ലാറ്റിനം. അടുത്ത ചോദ്യം, വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് ആയി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് ആയി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. ഏതാണ്? ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് ആയി ഉപയോഗിച്ചിരിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണ്? വെള്ളിയാണ്. ലോഹങ്ങൾ താപചാലകങ്ങളാണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണ്? വെള്ളിയാണ്. ഏതാണ്? വെള്ളി. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ ഉള്ള കഴിവ് എന്താണ്? വൈദ്യുത ചാലകത. എന്താണ്? വൈദ്യുത ചാലകത. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. എന്താണ്? വൈദ്യുത ചാലകത. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകമാണ് വെള്ളി. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകമാണ് വെള്ളി.
കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ് എന്താണ്? സൊണോരിറ്റി. എന്താണ്? സൊണോരിറ്റി. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോരിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ്? സൊണോരിറ്റി. ഖരം ദ്രാവകമായി മാറുന്ന താപനില. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ഖരം ദ്രാവകമായി മാറുന്ന താപനില ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനില തിളനില. 98ാമത്തെ ചോദ്യം, ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനിലയാണ് തിളനില. 97ാമത്തെ ചോദ്യം എന്താണ്? ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനിലയാണ് തിളനില. തിളനില. അടുത്ത ചോദ്യം, ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ. 100ാമത്തെ ചോദ്യം, നമ്മുടെ അവസാനത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയം ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. എങ്കിൽ ഞാൻ അവസാനമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. താങ്ക്